In the last session, we have seen that the planetary model of atom could not explain two properties, that is the stability of atom, then the observed spectral series of hydrogen atom. ഈ രണ്ട് കാര്യങ്ങളും എങ്ങനെയാണ് ഒരു ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുമ്പോൾ അത് റേഡിയേറ്റ് ചെയ്യാതെ അത് സ്റ്റേബിളായിരിക്കുന്നത്, രണ്ടാമത്തത് ഹൈഡ്രജൻ്റെ സ്പെക്ട്രൽ സീരീസ് വളരെ കൃത്യമായിട്ടുള്ള ലൈൻസാണ് അത് കാണുന്നത്, അതിനെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളതും ക്ലാസിക്കൽ ഫിസിക്സിൽ അല്ലെങ്കിൽ അതുവരെ ഉണ്ടായിരുന്ന പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിരുന്നില്ല. ദെൻ ഇറ്റ് ഈസ് ഇൻ 1913 നീൽസ് ബോർ കെയിം വിത്ത് എൻ മോഡൽ ആൻഡ് ഇറ്റ് ഈസ് നൗ നോൺ ആസ് ബോർ ആറ്റം മോഡൽ. അദ്ദേഹം ഒരു 4 പോസ്റ്റ്ലേറ്റ്സ് ആണ് അത് ആ മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്, ആ പോസ്റ്റ്ലേറ്റ്സ് ആണ് 4 പോസ്റ്റ്ലേറ്റ്സ് ആണ് അതിലുണ്ടായിരുന്നത്. ഫസ്റ്റ് വൺ, ഇലക്ട്രോൺ റിവോൾവ്സ് അറൗണ്ട് ന്യൂക്ലിയസ് ഇൻ എ certain circular path and he called that path as orbit. അപ്പോൾ ഇലക്ട്രോണിന് പ്ലാനറ്ററി മോഡലിൽ ഏത് ഓർബിറ്റും പോസിബിൾ ആയിരുന്നു, ഏത് പാത്തിക്കൂടെയും അതിന് സർക്കുലർ പാത്തിക്കൂടെയും ഓർബിറ്റ് ചെയ്യായിരുന്നു, ഏത് റേഡിയസിലുള്ളതും. കാരണം അതിൻ്റെ ആ സെൻറ്റിമെറ്റൽ ഫോഴ്സും കുളും ഫോഴ്സും ബാലൻസ് ചെയ്യുന്ന, കണ്ടീഷൻ മാച്ച് ചെയ്യുന്ന ഏത് ഇതും പോസിബിൾ ആയിരുന്നു. പക്ഷേ നീൽസ് ബോറിൻ്റെ മോഡൽ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടിരിക്കുകയാണ്, ഒരു സെർട്ടൻ സർക്കുലർ പാത്ത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അദ്ദേഹം അതിനെ ഓർബിറ്റ് എന്ന് വിളിച്ചു. ഇനി അദ്ദേഹം ക്ലെയിം ചെയ്യുകയാണ്, ഇലക്ട്രോൺസ് ഡു നോട്ട് റേഡിയേറ്റ് വെൻ ഇറ്റ് ഈസ് ഇൻ ഓർബിറ്റ്. അത് ഓർബിറ്റിൽ ആസ് ലോങ് ആസ് ദ ഇലക്ട്രോൺ റിമെയിൻസ് ഇൻ എ പെർട്ടിക്കുലർ ഓർബിറ്റ് ഇറ്റ് ഡസ് നോട്ട് ലൂസ് ഓർ ഗെയിൻ എനർജി. അതല്ലെങ്കിൽ ക്ലാസിക്കൽ ഇലക്ട്രോഡൈനാമിക്സ് പറയുന്ന പോലെ അത് ആ ഒരു പാത്തിൽ ആക്സലറേറ്റഡ് മോഷൻ ആണെങ്കിൽ പോലും അത് റേഡിയേറ്റ് ചെയ്യില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് എന്തുകൊണ്ടാണെന്നുള്ള എക്സ്പ്ലനേഷൻ അതിൽ നിന്ന് ക്ലിയർ അല്ല, പക്ഷേ അത് അങ്ങനെ ചെയ്യില്ല എന്നുള്ളതാണ് ആ മോഡലിലെ ആ പോസ്റ്റ്ലേറ്റ്സിൽ പറയുന്നത്. ദെൻ മൂന്നാമത്തെ പോയിന്റിലാണ് ക്വാണ്ടൈസേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അതാണ് ആ ഓർബിറ്റിനെ കൂടുതൽ ഡിഫൈൻ ചെയ്യുന്നത്. ഫോർ ദീസ് അലൗഡ് ഓർബിറ്റ്സ് ദി ആംഗുലർ മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺ ഈസ് ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. ആംഗുലർ മൊമെൻറ്റം MVR ഈക്വൽ ടു n ടൈംസ് h/2π. ഈ ഒരു ക്വാണ്ടിറ്റിയുടെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കണം ആംഗുലർ മൊമെൻറ്റം. വേറെ n ഈക്വൽ ടു 1, 2, 3. ഫ്രാക്ഷണൽ വാല്യൂസ് n പോസിബിൾ അല്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ളൊരു എക്സ്പ്ലനേഷൻ ബോറിന് കൊടുക്കാൻ പറ്റിയിരുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓർബിറ്റ്സ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ രണ്ട് കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി ഫോർത്ത് പോയിന്റ് സ്പെക്ട്രൽ ലൈനിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ആൻ ഇലക്ട്രോൺ ജംപ്സ് ഫ്രം വൺ ഓർബിറ്റ് ടു അനദർ ബൈ അബ്സോർബിങ് ഓർ എമിറ്റിംഗ് റേഡിയേഷൻ ഓഫ് ഡെഫിനിറ്റ് ഫ്രീക്വൻസി ആൻഡ് ദാറ്റ് ഫ്രീക്വൻസി ഗീവ്സ് റൈസ് ടു സ്പെക്ട്രൽ ലൈൻസ്. ഇതിൽ കാണിച്ചിരിക്കുന്ന ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള ഒരു ഫോട്ടോൺ വരുമ്പോൾ ആ എനർജി അബ്സോർബ് ചെയ്തുകൊണ്ടാണ് ഇലക്ട്രോൺ ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് ജമ്പ് ചെയ്യുന്നത്, ലോവർ സ്റ്റേറ്റിൽ നിന്ന് അപ്പർ സ്റ്റേറ്റിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ അപ്പർ സ്റ്റേറ്റിൽ നിന്ന് ലോവർ സ്റ്റേറ്റിലേക്ക് വരുമ്പോഴാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട്, ആ എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസിയാണ് അത് എമിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അങ്ങനെയാണ് സ്പെക്ട്രൽ ലൈൻസിനെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റത്തിന് 2 പ്രശ്നങ്ങളുണ്ടായിരുന്നു, സ്റ്റെബിലിറ്റിയും ഈ സ്പെക്ട്രൽ ലൈൻസും. അപ്പോൾ സ്റ്റെബിലിറ്റി അദ്ദേഹം പറയുന്നത് ഇലക്ട്രോൺസ് ഡു നോട്ട് റേഡിയേറ്റ് വെൻ ഇറ്റ് ഈസ് ഇൻ ഓർബിറ്റ്. അതിന് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ട് പറ്റില്ല. അതിന് ആ ഓർബിറ്റ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നുള്ളത്, ആംഗുലർ മൊമെൻറ്റം ഈസ് ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. ഇത് എന്തുകൊണ്ട് ഈ ക്വാണ്ടൈസേഷൻ വന്നെന്നുള്ളതിനും ബോറിന് എക്സ്പ്ലനേഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു റെസ്ട്രിക്ഷൻ വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന 2 കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് അദ്ദേഹം കണ്ടു. സ്പെക്ട്രൽ സീരീസ് ആയിട്ട് അതിൻ്റെ സ്പെക്ട്രൽ സീരീസ് ഈ കൺസെപ്റ്റുകൾ വെച്ചിട്ട് വളരെ സക്സസ്ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അത് പറ്റി. പിന്നീട് ഇതിനൊരു ഫണ്ടമെൻ്റൽ ഫിസിക്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തത് ഡി ബ്രോഗ്ലിയാണ്. ഡി ബ്രോഗ്ലി ഏതാണ്ട് ഒരു 10 വർഷത്തിന് ശേഷമാണ് ഡി ബ്രോഗ്ലി ഈ മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം, ഒരു 10 വർഷത്തിന് ശേഷമാണ് ഡി ബ്രോഗ്ലി അദ്ദേഹത്തിൻ്റെ മാറ്റർ വേവ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. അങ്ങനെ ആ മാറ്റർ വേവിൻ്റെ വെളിച്ചത്തിൽ, ആ ഡി ബ്രോഗ്ലി വേവിൻ്റെ വെളിച്ചത്തിൽ ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ്. ആ എക്സ്പ്ലനേഷനാണ് നമുക്കിനി കാണാനുള്ളത്. സോ ഡി ബ്രോഗ്ലി ഇൻട്രൊഡ്യൂസ് ദ കൺസെപ്റ്റ് ഓഫ് മാറ്റർ വേവ്സ് ഇൻ ബോർ തിയറി ഓഫ് ആറ്റം. The de Broglie wavelength of electron, lambda of electron in orbit around hydrogen nucleus. അപ്പോൾ ഹൈഡ്രജൻ ന്യൂക്ലിയസിന് ചുറ്റും, ഒരു പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ റിവോൾവ് ചെയ്യാണ് ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡി ബ്രോഗ്ലിയുടെ തിയറി അനുസരിച്ച് ഒരു മൂവിങ് പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അതിനെ അസോസിയേറ്റ് ചെയ്തിട്ട് മാറ്റർ വേവ് ഉണ്ടാവും. അതിൻ്റെ വേവ് ലെങ്ത് ഡി ബ്രോഗ്ലി പറയുന്നത് ലാംഡ ഈസ് ഈക്വൽ ടു h/mv. മൊമെൻറ്റം h/mv ആണെന്ന് വിചാരിക്കാം. ഇനി ഇവിടുത്തെ വി എന്താണ്? വെലോസിറ്റി നമുക്ക് നേരത്തെ നമ്മൾ ഡിറൈവ് ചെയ്ത സെൻട്രിപെറ്റൽ ഫോഴ്സും ഈ ഒരു കൺസെപ്റ്റ് പ്ലാനറ്ററി മോഡലിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാം. സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു
Coulomb force of attraction E square by 4 pi epsilon 0 r. അതിൽ നമുക്ക് വെലോസിറ്റി കിട്ടും. ആ വെലോസിറ്റി ഇലക്ട്രോൺ വെലോസിറ്റി V is equal to ഈ ഇക്വേഷനിൽ നമുക്ക് വിനെ സോൾവ് ചെയ്യാം. E by square root of 4 pi epsilon 0 mr. Then അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ലാംഡയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലാംഡ ഈസ് ഈക്വൽ ടു h by mv. So h by mv. So this is h by v. So h by e square root of 4 pi epsilon 0 r divided by m. So this is the expression for wavelength of matter waves of electron which is revolving around hydrogen nucleus. Now it is known that r is equal to some 5.3 into 10 raised to minus 11. Electron hydrogen atom electron റേഡിയസ് എക്സ്പെരിമെൻറ്റിലൂടെ അറിയാമായിരുന്നു. സോ ഈ കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ r എപ്സിലോൺ 0 മാസ് അറിയാം, h അറിയാം, e എല്ലാം അറിയാം. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ വിൽ ഗെറ്റ് ലാംഡ ഇസ് ഈക്വൽ ടു h 6.63 into 10 raised to minus 34 divided by electronic charge 1.6 into 10 raised to minus 19 coulomb square root of 4 pi epsilon 0 8.85 into 10 raised to minus 12 into radius r is 5.3 into 10 raised to minus 11 divided by m. Mass is 9.1 into 10 raised to minus 31 kilogram. 31. So if you work out this, you will get this is equal to 33 into 10 raised to minus 11 meters. So de Broglie found that this de Broglie wavelength is exactly the same as the circumference of the electron orbit. R റേഡിയസിലുള്ള ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഇലക്ട്രോൺ ഓർബിറ്റിൻ്റെ ആ സർക്കംഫറൻസ് തന്നെയാണ് ഈ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ആയിട്ട് വരുന്നത്. ദാറ്റ് ഈസ് 2 pi r is equal to lambda. 2 pi r is equal to lambda is equal to 33 into 10 raised to minus 11 meter. അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹത്തിന് ഈ ഒരു എന്തുകൊണ്ടാണ് ഈ ഓർബിറ്റിന് വരുന്ന സ്റ്റെബിലിറ്റി അതിൻ്റെ ക്ലൂ അതിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടുകയാണ്. സോ ഇത് റിമാർക്കബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇലക്ട്രോണിൻ്റെ ഈ ഒരു ഓർബിറ്റിൽ അത് റിവോൾവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സർക്കംഫറൻസിന് തുല്യമാണ്. സോ അദ്ദേഹം അതിൽ നിന്ന് പറഞ്ഞു ദ ഓർബിറ്റ് ഓഫ് ഇലക്ട്രോൺ ഇൻ ഹൈഡ്രജൻ ആറ്റം കറസ്പോണ്ട്സ് ടു 1 കംപ്ലീറ്റ് ഇലക്ട്രോൺ വേവ് ജോയിൻ ടു ഇറ്റ് സെൽഫ്. അതായത് ഈ ഒരു പെരിമീറ്റർ 2 pi r എന്ന് പറയുന്നത് ഒരു ഫുൾ വേവ് ലെങ്താണ്, ലാംഡയാണ്, ഇലക്ട്രോണിൻ്റെ വേവ് ലെങ്താണ്. സോ അതിൽ നിന്ന് അദ്ദേഹത്തിന് അതിനെ ക്ലൂ കിട്ടാണ് an electron can circle a nucleus only if its orbit contains an integral multiple of de Broglie wavelengths. അതിൻ്റെ ആ ഓർബിറ്റിൻ്റെ ലെങ്ത്ത് ഇൻ്റഗ്രൽ അല്ലെങ്കിൽ പെരിമീറ്റർ മസ്റ്റ് ബി ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഈ കേസിൽ നമ്മൾ കണ്ടത് 1 തന്നെയാണ്, 1 ലാംഡയാണ്. അങ്ങനെ വരുന്ന ഓർബിറ്റുകൾ മാത്രമാണ് പെർമിസിബിൾ ആയിട്ടുള്ളൂ. ബോറിൻ്റെ പ്രൊപ്പോസലിൽ ഇലക്ട്രോൺ ഡു നോട്ട് റേഡിയേറ്റ് വെൻ ഇറ്റ് ഈസ് ഓർബിറ്റ്, അതല്ലെങ്കിൽ ഈ ഒരു ക്വാണ്ടൈസേഷൻ എന്നുള്ള കൺസെപ്റ്റ്, അതല്ലെങ്കിൽ ഇലക്ട്രോൺ റിവോൾവ്സ് അറൗണ്ട് ന്യൂക്ലിയസ് ഇൻ സെർട്ടൈൻ ഓർബിറ്റ്സ്, ആ ഓർബിറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ബോർ ഈ ഒരു ക്വാണ്ടൈസേഷൻ കൊണ്ടുവന്നു. പക്ഷേ ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ട് ബോറിന് പറ്റിയിരുന്നില്ല. പക്ഷേ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഡി ബ്രോഗ്ലി വേവിൻ്റെ ആ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടുണ്ട് ഡി ബ്രോഗ്ലിക്ക് വളരെ സക്സസ്ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയായിരുന്നു. അപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് ഈ ബുക്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇതാണ് ഒരു ഇലക്ട്രോണിൻ്റെ ആ സ്പീഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡി ബ്രോഗ്ലി വേവിൻ്റെ ഒരു ഫുൾ വേവ് ലെങ്ത്ത്. ഇനി ഈ ഒരു ഫുൾ വേവ് ലെങ്ത്തിനെ നമ്മൾ ബെൻഡ് ചെയ്ത് ഒരു സർക്കുലർ പാത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, അതിൻ്റെ മെയിൻ പൊസിഷൻ ഒരു സർക്കുലർ പാത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത് ഒരു ഫുൾ പെരിമീറ്ററായിട്ട് വരികയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അത് ഒരു പെർമിസിബിൾ ഓർബിറ്റാണ്. അതാണ് ഡി ബ്രോഗ്ലി നമ്മളിപ്പോൾ ജസ്റ്റ് കണ്ട ഈ കാൽക്കുലേഷനിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഇത് ഇൻ്റഗ്രൽ മൾട്ടിപ്പിളാണ്. ഇവിടെ n=1 ആയിരുന്നു. ഇനി 2 ലാംഡ, 2 വേവ് ലെങ്ത് ഉൾപ്പെടുന്ന 2 വേവ് ലെങ്ത്ത് അതിൻ്റെ പെരിമീറ്ററായിട്ട് വരുന്ന ഒരു വേവ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതും പെർമിസിബിൾ ആണെന്നാണ് പറയുന്നത്. സോ ഇതാണ് ആദ്യത്തെ കേസ്, n=1. അപ്പോൾ ഒരു ലാംഡയാണ് വരുന്നത്. അതിനെ നമ്മൾ ബെൻഡ് ചെയ്തിട്ട് ഒരു സർക്കുലർ ഷേപ്പിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ആ ഒരു ഓർബിറ്റ് പോസിബിളാണ്. ഇനി രണ്ടാമത്തെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ 2 ലാംഡ പെരിമീറ്ററായിട്ട് വരുന്നത്. 2 ലാംഡ പെരിമീറ്ററായിട്ട് വരുന്ന ഈ ഒരു പെരിമീറ്റർ, ഈ ഒരു ഓർബിറ്റിൻ്റെ പെരിമീറ്റർ അതിൻ്റെ
ലെങ്ത് എന്ന് പറയുന്നത് 2 ലാംഡയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരികയാണെങ്കിൽ അത്തരം ഒരു ഓർബിറ്റ് പോസിബിളാണ്. ഇനി അടുത്ത ഓപ്ഷൻ 3 ലാംഡ ഫുൾ വേവ് ലെങ്ത്ത് 3 ഫുൾ വേവ് ലെങ്ത്ത് വരുന്ന പെരിമീറ്റർ വരുന്ന ആ ലെങ്ത്ത് ആണെങ്കിൽ അതും പെർമിസിബിളാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇലക്ട്രോണിൻ്റെ ഓർബിറ്റ്സ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് മാത്രം വരുന്നത്? എന്തുകൊണ്ട് ഇതിനിടയിൽ ഒരു വാല്യൂ വരുന്നില്ല? 1.5 വരുന്നില്ല, അല്ലെങ്കിൽ 2.3 വരുന്നില്ല, അല്ലെങ്കിൽ 2.7 വരുന്നില്ല? അതിനൊരു എക്സ്പ്ലനേഷനും അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റി. 2.7 ലാംഡ വരികയാണെങ്കിൽ ആ വേവ് ലെങ്ത്ത് കൃത്യമായിട്ടത് മാച്ച് ആവില്ല. ഒരു ഫ്രാക്ഷണൽ നമ്പർ വരികയാണെങ്കിൽ ആ വേവ് ലെങ്ത്ത് അത്തരം ഒരു വേവിനവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒന്ന് അവിടെ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആണ് നടക്കുന്നത്. ഒരു വേവ് ലെങ്ത്ത് അത് കൃത്യമായിട്ട് മാച്ച് ചെയ്ത് പോയാൽ മാത്രമാണ് ആ വേവിനവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഒരു വേവ് ഇവിടെ ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് അടുത്ത അതിൻ്റെ ഇത് കംപ്ലീറ്റ് ആയിട്ട് വരുമ്പോൾ അടുത്ത വേവ് ചിലപ്പോൾ ഇൻക്രീസ് ചെയ്യായിരിക്കും. അപ്പോൾ അത് രണ്ടും കൂടെ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടന്നുകൊണ്ട് ആ വേവിന് തന്നെ അവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരും. അപ്പോൾ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടന്ന് അത് ആ വേവിന് അതിൽ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഉണ്ടായാലേ പറ്റുള്ളൂ. ഫ്രാക്ഷണൽ വാല്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മാച്ച് ആവില്ല. അപ്പോൾ ആ വേവ് തന്നെ അവിടെ എക്സിസ്റ്റ് ചെയ്യില്ല. അതല്ലെങ്കിൽ അത്തരം ഒരു ഓർബിറ്റിൽ ഇലക്ട്രോണിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വളരെ സക്സസ്ഫുള്ളായിട്ട് ഡി ബ്രോഗ്ലി അദ്ദേഹത്തിൻ്റെ മാറ്റർ വേവ് എന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ കണ്ടീഷൻ? An electron can circle a nucleus only if its orbit contain an integral multiple of de Broglie wavelengths. So we can write the condition for stability of orbit as circumference, that is 2 pi r n is equal to integral multiple of wavelength, de Broglie wavelength. n is equal to 1, 2, 3, etc. Circumference, nth ഓർബിറ്റിൻ്റെ റേഡിയസ് അല്ല ആർ എൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ nth ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ n ലാംഡ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ വരുന്ന രീതിയിൽ. അതായത് ഈ ഫസ്റ്റ് ഓർബിറ്റിന് R1 ആണെങ്കിൽ അതിൻ്റെ n ഈക്വൽ ടു 1 ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ലാംഡ ആയിരിക്കും ഇതിൻ്റെ പെരിമീറ്റർ ആയിട്ട് വരുന്നത്. ദെൻ അടുത്ത ഓർബിറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ R2 അതിൻ്റെ പെരിമീറ്റർ R2 ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ 2 ലാംഡ വരുന്ന രീതിയിലായിരിക്കും. അങ്ങനെ വന്നാൽ മാത്രമാണ് അവിടെ ആ ഒരു ഓർബിറ്റിന് സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. സോ ദിസ് ഈസ് ദി കണ്ടീഷൻ ഫോർ സ്റ്റെബിലിറ്റി ഓഫ് ഓർബിറ്റ്.